പോറ്റി അങ്ങനെ പോകും. അതിലൂടെ ഈ വരുന്ന മഹത്തുക്കളുടെ ഈ നേർച്ച സാമഗ്രിയങ്ങൾ എല്ലാ നിലക്കും അത് ശമ്പളത്തുകയായിട്ട് 7 മദ്രസകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതിൽ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ രീതിയിലും അധ്യാപകർ, ഹയർ സെക്കൻഡറി സ്കൂളിനും മറ്റും ചില സഹോദരന്മാർ നമ്മളടുത്ത് വരെ ചോദിക്കുന്നുണ്ട്, ഈ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്. നമ്മുടെ ഗവൺമെൻറ് വക ഇവിടെ 5 പൈസ ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല. ഈ ശുചീകരണ തൊഴിലാളി മുതൽ ഇതായിരിക്കുന്ന ടോയ്ലറ്റ് ക്ലീനിങ്ങിനായിട്ടുള്ള ശുചീകരണ തൊഴിലാളി മുതൽ ഈ മനാരത്ത് വരെയും ബാങ്കുനാഥം വിളിക്കുന്ന മുക്രീൻ വരെയും, അതായത് മോദിയിൽ കത്തിയും എല്ലാ രീതിയിലും പള്ളി വകകൾ കാര്യങ്ങളെല്ലാം നോക്കുന്ന എത്രയെങ്കിലും എംപ്ലോയീസുകളുണ്ട്. എന്നെ തിട്ടപ്പെടുത്താൻ പറ്റില്ല. മദ്രസ ആവട്ടെ, സ്കൂളാവട്ടെ, LPS മുതൽ UPS ഹയർ സെക്കൻഡറി സ്കൂൾ വരെ സ്ഥിതി ചെയ്യുന്നു. വലിയ വലിയ ഹെവി സാലറികളാണ്. ഇതെല്ലാം എല്ലാ പേരും കൊണ്ട് നിക്ഷേപിക്കുന്ന തുകയിൽ നിന്നുള്ള ആ വരുമാനമാണ് എല്ലാ പേരിലും വീതിച്ചു കൊടുക്കുന്നു. ശമ്പള തുകയാണ്. അത് എല്ലാ പേരും കഴിക്കുന്നു. എത്ര സന്തോഷമാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഈ ഒരു മഹത്തായ ഈ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഭീമ മാഹീൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഈ സ്കൂൾ തന്നെ ഒന്ന് എയ്ഡഡാക്കി തന്നാലും ഗവൺമെൻറ് അതിനൊരു ശമ്പളം കൊടുത്താലും അതിനും വലിയ ഒരു സന്തോഷമാണ്. ഞങ്ങൾ നാട്ടിലുള്ളവർ എല്ലാ പേരും, വിദേശ രാജ്യത്ത് നിൽക്കുന്ന സഹോദരന്മാരെല്ലാ പേരും, കാരണം സഹോദരിയെ കൂടെ ചേർക്കുവാൻ കാരണം പെണ്ണുങ്ങളും ഇപ്പോൾ വിദേശത്തുണ്ട്. അത് കാരണം എല്ലാ പേരും കൂടെ അവരാൽ കഴിവിൻ്റെ പരമാവധിയുള്ള അവർ ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയിൽ ഒരു ഓഹരി വർഷത്തിൽ നിക്ഷേപിച്ച് അവിടുന്ന് കൊടി നിർമ്മാണം ചെയ്ത് UAE ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്ന ഭീമാപള്ളി UAE ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഈ വിനീതനും പലതവണ ഇരുന്ന് ആ അലങ്കാര കസേരയിൽ ഇരുന്ന ഞാനാണ്. അത് കാരണം അവിടെ ഉള്ള സഹോദരന്മാരുടെ കയ്യൊപ്പാണ് ഈ വരുന്ന പതാക. ഈ 2 പതാക ഉയർത്തലുണ്ട്. ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ആ പതാക ഈ 2 മനാറയിൽ വലിച്ചതോടുകൂടി, ആ വലിക്കുന്നതോടുകൂടി നമ്മുടെ ഉറൂസിൻ്റെ തുടക്കം അന്ന് മുതൽ തുടങ്ങുകയാണ്. അത് 22-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച, ഈ 22 ശനിയാഴ്ച 11 മണിക്ക് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് UAE-യിൽ നിന്നുള്ള സഹോദരന്മാരുടെ അവരുടേതായിട്ടുള്ള ഒരു സംഭാവനയാണ്. അത് വരും തലമുറക്കാർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ പതാക ഇവിടെ വന്നിരിക്കും. അപ്പോൾ നാനാ ഭാഗത്തിൽ നിന്നും വരുന്ന സന്ദർശകരിൽ നിന്നും അതാണ് ഞാൻ മേലെ കൂട്ടിച്ചേർത്തത്. മേഡം എന്തെന്ന് പറഞ്ഞാൽ